ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരുപാട് ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ അതില്ല, എന്നാൽ ക്വാളിറ്റി ഇല്ലെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇതിൻ്റെ കുറച്ച് ഗ്രിപ്പ് കൊടുക്കുന്ന ഭാഗമാണ്, അതൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസത്തിൽ മേളിലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പൈതങ്ങൾ, കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നല്ല പ്രായമായിട്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവമൊക്കെ ഉള്ള ഹൈപ്പറായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളിടത്തൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ലാപ്പ് ഇതിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൽ വന്ന് തട്ടിയിടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണ്ടേ, കണ്ടോ, അപ്പോഴേ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇളകിപ്പോയി. ഇച്ചിരി ക്ഷമ കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് മേശയിലേക്ക് വെച്ചിട്ട് നമുക്ക് ലാപ്പ് യൂസ് ചെയ്യാം. പിന്നെ അതേ സമയത്ത് നമ്മൾ ലാപ്പ് ഒരു കൈ പിടിക്കുക, എന്നിട്ട് ഇത് ഡെസ്കേ വെച്ചിട്ടൊക്കെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേണ്ടേ ഈ ഒരു കാല് കയറും, ഒരു കാല് കയറത്തില്ല, അങ്ങനെ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാണമ്മേക്കളി പോലൊരു സെറ്റപ്പാണ്. പക്ഷെ കൈ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് ലാപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വളരെ മേടിക്കുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിച്ച് ലാപ്പ് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഹൈപ്പറായിട്ടുള്ള ആൾക്കാരൊക്കെ, ശ്രദ്ധയില്ലാത്ത ആൾക്കാരൊക്കെ ഉള്ളിടത്തൊന്ന് മാറ്റി വെക്കണം. ഈ രണ്ട് മറ്റേ കറക്റ്റ് ഒപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസേ ഉള്ളൂ ഇതിനകത്ത് ലാപ്പിനെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സീറ്റിംഗ് ആണ്, അങ്ങനെ മാറത്തൊന്നുമില്ല. പിന്നെ ഇതൊന്നും അലൈനല്ല, ഈ സംഭവങ്ങളൊന്നും അലൈനല്ല. ഇതേണ്ടേ നിങ്ങൾക്ക് തന്നെ കാണാം, ഒരെണ്ണത്തിൻ്റെ ഇത് പൊങ്ങിയിരിക്കുകയും മറ്റേത് താന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രിസിഷനായിട്ടൊന്നും അല്ല ഇവരുണ്ടാക്കി വിട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 200 സംതിങ് രൂപയൊക്കെ ഉള്ളൂ ഞാൻ മേടിച്ചപ്പോൾ. ഇപ്പോഴത്തെ വില ചിലപ്പം വ്യത്യാസം കാണും. പിന്നെ ക്വാളിറ്റി വൈസ് മെറ്റലാണ്, ഉണ്ട് ആവറേജ് ക്വാളിറ്റി എന്ന് പറയാം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്കൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 10-ൽ 6 റേറ്റിംഗ് കൊടുക്കാം. പിന്നെ ഒരു കീബോർഡ് കൂടെ മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അതിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് അടിക്കണം. അത് നമുക്ക് കൈക്കൊരു വേദനയാണ്, കൈ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ വേദനയാണ്. അപ്പോൾ ഒരു ചിലവ് കൂടുകയാണ് ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ. ഒരു കീബോർഡ് കൂടെ ഉണ്ടെങ്കിൽ വളരെ സുഖപ്രദമായിട്ട് യൂസ് ചെയ്യാം. മറ്റേത് നമ്മളിങ്ങനെ വെച്ചിട്ട് എത്ര നേരം യൂസ് ആക്കാമെന്നോ നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ഈ ചിലപ്പോൾ നമുക്ക് ഈ ബാലൻസ് ഓർക്കാപ്പുറത്താണ്, ഇങ്ങനെ കാണും തട്ടിക്കഴിഞ്ഞാൽ ലാപ്പ് ഇങ്ങനെ മറിഞ്ഞു വീഴാൻ ഒരു സാധ്യത കാണുന്നു. വേറെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, അത് വലിയൊരു ഉപകാരമാണ്. താങ്ക് യു.